കരമാർഗം ഇന്ത്യക്ക് പുറത്തേക്ക് പോകുവാൻ കഴിയുന്നത് നേപ്പാൾ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ വഴിയാണ്. പാകിസ്ഥാന്റെ മോശമായ സമീപനങ്ങൾ മൂലം പാകിസ്ഥാനുമായുള്ള അതിർത്തിയിലൂടെയുള്ള ഗതാഗതം തീർത്തും പരിമിതവും മാനദണ്ഡങ്ങൾക്കനുസരിച്ചും മാത്രമേ പ്രവർത്തിച്ചിരുന്നുള്ളൂ. ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ആരംഭിച്ചതോടെ ബംഗ്ലാദേശുമായുള്ള അതിർത്തി അടച്ചു. ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ ഏറ്റവും തുറന്ന വാതിലായിരുന്നു നേപ്പാൾ. പാസ്പോർട്ട് പോലുമില്ലാതെ ആധാർ കാർഡ് ഉപയോഗിച്ച് നേപ്പാളിൽ സഞ്ചരിച്ച് മടങ്ങി വരാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വാതിലും അടഞ്ഞിരിക്കുകയാണ്. നേപ്പാളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വർഗീയ കലാപം മൂലമാണ് അതിർത്തി അടച്ചിരിക്കുന്നത്. ഇതോടെ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ അതിർത്തി കടന്നുള്ള യാത്രകളും ഇന്ത്യ പൂർണ്ണമായി തടഞ്ഞു. നേപ്പാളിൽ നിന്ന് വരുന്നവരെ കർശന നിരീക്ഷണത്തിന് ശേഷമാണ് കടത്തിവിടുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ച ഒരു വിദ്വേഷ വീഡിയോയുടെ പേരിൽ തുടങ്ങിയ സംഘർഷമാണ് വർഗീയ കലാപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബീഹാറുമായി അതിർത്തി പങ്കിടുന്ന നേപ്പാളിലെ പാർസ ജില്ലയിലെ ബീർജാംഗ് നഗരത്തിലാണ് ഈ വിദ്വേഷ വീഡിയോയുടെ പേരിലുള്ള സംഘർഷം ആരംഭിച്ചത്. ഞായറാഴ്ചയുടെ സംഘർഷം വർഗീയ ചേരിതിരിവുകൾക്ക് കാരണമാവുകയും പട്ടണത്തിലെ പ്രതിഷേധങ്ങൾ അക്രമാസക്തം ആകുകയും ചെയ്തു. നിലവിൽ ഈ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൈദർ അൻസാരി, അമനത് അൻസാരി എന്നിവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ ആണ് വിവാദമായത്. വീഡിയോയിലെ ചില ഭാഗങ്ങളിൽ മതവിഭാഗങ്ങൾക്ക് എതിരെ അവഹേളനപരമായ പരാമർശങ്ങൾ അടങ്ങിയതായി പരാതി ഉയർന്നു. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. എന്നാൽ വീഡിയോ വൈറലായതിനെ തുടർന്ന് ധനുഷ്, പാർസ ജില്ലകളിൽ സാമുദായിക സംഘർഷങ്ങൾ ആരംഭിച്ചു. ഒരു മുസ്ലിം പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായതോടെ സ്ഥിതി കൂടുതൽ വഷളായി. സ്ഥലത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുവെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതോടെയാണ് ഇന്ത്യ ബീഹാറിലെ രക്സോൾ ജില്ലയ്ക്ക് സമീപമുള്ള അതിർത്തി പൂർണ്ണമായും അടച്ചത്. എന്നാൽ അടിയന്തര സേവനങ്ങൾ അനുവദിക്കുന്നുണ്ട്. നേപ്പാളിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള കലാപം ഇതിനു മുൻപ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നേപ്പാളിൽ വലിയ നിയന്ത്രണങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നേപ്പാളിലെ യുവതലമുറ തെരുവിൽ ഇറങ്ങിയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് അതുമൂലം രാജിവെക്കേണ്ടി വന്നു. അന്നു മുതൽ നേപ്പാൾ ഭരിക്കുന്നത് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ ഇടക്കാല സർക്കാരാണ്.